ഹലോ എവ്രി വൺ, അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള ഹെന്ന കോൺസ് എങ്ങനെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നാണ് നോക്കുന്നത്. ഈ കോൺസിൽ നമ്മൾ കെമിക്കൽസ് ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. അതുപോലെ ഇത് യൂസ് ചെയ്തവർക്ക് അറിയാൻ പറ്റും എത്ര സ്മൂത്ത് ആയിട്ടുള്ള പേസ്റ്റാണ് ഒരു സ്ട്രിങ് പോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കോൺസ് വെച്ചിട്ടൊരു ഡിസൈൻ വരയ്ക്കുകയാണെങ്കിൽ ഒട്ടും സ്ട്രെയിൻ ഇല്ലാതെ തന്നെ നല്ല ക്ലിയർ കട്ടായിട്ടുള്ള ഡിസൈൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. സ്റ്റെയിനിൻ്റെ കാര്യമായാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് മെറൂൺ കളറാണ് നമുക്ക് കിട്ടാറ്. അപ്പോൾ നമുക്ക് ഈ പേസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. 4 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ഫസ്റ്റ് 100 ഗ്രാം രാജസ്ഥാനി ഹെന്ന പൗഡറാണ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഹെന്നേൻ്റെ ക്വാളിറ്റി നമ്മൾ യൂസ് ചെയ്യുന്ന പൗഡറിനായിട്ട് ഒത്തിരി ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ മാക്സിമം ട്രിപ്പിൾ സിഫ്റ്റഡ് ആയിട്ടുള്ള ഹെന്ന പൗഡർ തന്നെ യൂസ് ചെയ്യാൻ നോക്കാം. പിന്നെ വേണ്ടത് എസെൻഷ്യൽ ഓയിലാണ്. 100 ഗ്രാം പൗഡറിന് 30 ml എസെൻഷ്യൽ ഓയിലാണ് വേണ്ടത്. ഇത് യൂക്കാലിപ്റ്റസിൻ്റെ ഓയിലാണ്. പിന്നെ നമുക്ക് പഞ്ചസാര ആവശ്യമുണ്ട്. 30 ഗ്രാം പഞ്ചസാരയാണ്, ഏകദേശം 2 ടേബിൾ സ്പൂണോളം വരും. പിന്നെ ഇതെല്ലാം യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം ആവശ്യമുണ്ട്. പല ആർട്ടിസ്റ്റുകളും അവർക്ക് ഇഷ്ടമുള്ള കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട് പല ക്വാണ്ടിറ്റിയിലാണ് വെള്ളം ഒഴിക്കാറ്. ഞാൻ എപ്പോഴും 240 ml ആണ് എൻ്റെ പേസ്റ്റിൽ ഒഴിച്ചു കൊടുക്കാറുള്ളത്. ഇതാണ് നമ്മുടെ റെസിപ്പി. ഇനി നമുക്ക് ഹെന്ന പേസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു ബൗളിലേക്ക് 100 ഗ്രാം ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കുക. പല ബ്രാൻഡിൻ്റെയും ഹെന്ന പൗഡർ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഓരോ ബ്രാൻഡിനും ഓരോ ക്വാളിറ്റി ആയിരിക്കും. ചിലതിൻ്റെ സ്റ്റീം കുറച്ചും കൂടെ ഡാർക്ക് മെറൂൺ ആയിരിക്കും, ചിലത് ബ്ലാക്ക് വരാവാറുണ്ട്. പഞ്ചസാര നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പേസ്റ്റ് ഒന്ന് സ്റ്റിക്കി ആവാനാണ്. അപ്പോൾ മൈലാഞ്ചിയുടെ കളർ നമ്മുടെ സ്കിന്നിലേക്ക് വേഗം ഇറങ്ങും. പിന്നെ നമ്മൾ ഡിസൈൻ വരച്ച ശേഷം അത് പെട്ടെന്ന് ഡ്രൈ ആവാതിരിക്കാനും പഞ്ചസാരയുടെ കണ്ടൻറ്റ് സഹായിക്കും. ഇനി നമുക്ക് എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. മൈലാഞ്ചിയുടെ നാച്ചുറൽ കളറിനെ ഒന്നും കൂടെ ബൂസ്റ്റ് ചെയ്തിട്ട് കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള സ്റ്റെയിൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് യൂക്കാലിപ്റ്റസ് മാത്രമല്ല, ലാവൻഡർ, പീ ട്രീ, കെച്ചപ്പ് അങ്ങനെ പല ഫ്ലേവേഴ്സിലും അവൈലബിൾ ആണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം തന്നെ വേണമെന്നില്ല, ഇഷ്ടമുള്ളവർക്ക് ലെമൺ ജ്യൂസോ അതല്ലെങ്കിൽ ചായ തിളപ്പിച്ച് അതിൻ്റെ വെള്ളവും യൂസ് ചെയ്യാം. ഞാൻ എപ്പോഴും പച്ചവെള്ളമാണ് യൂസ് ചെയ്യാറ്, കാരണം അത് യൂസ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം സ്റ്റീൻ കിട്ടാറുണ്ട്. ഇനിയൊരു സ്പാറ്റുല ഉപയോഗിച്ചിട്ട് നമുക്കിത് നന്നായി ബ്ലെൻഡ് ചെയ്യാം. സ്പാറ്റുല അല്ലെങ്കിൽ സാധാരണ സ്പൂണായാലും മതി. സ്പാറ്റുല ആകുമ്പോൾ നമ്മൾ ബൗളിൽ നിന്ന് പേസ്റ്റ് മാറ്റുമ്പോൾ ഫുള്ള് ക്ലീൻ ആയിട്ട് കിട്ടും. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെയായിട്ട് മാത്രം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക, കാരണം പല പൗഡറിനും വെള്ളം അബ്സോർബ് ചെയ്യാനുള്ള ശേഷി പലതാണ്. ഈ സ്റ്റേജിൽ നമ്മുടെ പേസ്റ്റിൽ ഒരുപാട് ലംസ് ഉണ്ടാവും, പക്ഷെ അതിപ്പോൾ തന്നെ ഉടയ്ക്കണമെന്നില്ല. നമ്മൾ ഈ പേസ്റ്റ് ഒരു 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോഴത്തേനും ഈ ലംസൊക്കെ ഒന്ന് ഉടഞ്ഞ് നമുക്ക് പിന്നെ അതിന് ശേഷം ഇത് എളുപ്പത്തിൽ ഉടച്ചെടുക്കാൻ പറ്റും. ഈ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന പ്രോസസ്സിന് ഡൈ റിലീസ് എന്നാണ് പറയാറ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അത്യാവശ്യം ചൂടായ കാരണം 6 to 8 മണിക്കൂർ തന്നെ ഡൈ റിലീസിന് വെച്ചാൽ ധാരാളമാണ്. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതിൻ്റെ മുന്നേ നമ്മളിത് ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്യണം. ഇതിൻ്റെ ഉള്ളിൽ എസെൻഷ്യൽ ഓയിൽ ഇവാപ്പറേറ്റ് ചെയ്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കോൺ എങ്ങനെ റോൾ ചെയ്യാൻ നോക്കാം. സെല്ലോഫെയിൻ ഷീറ്റുകളാണ് കോൺ റോൾ ചെയ്യാൻ യൂസ് ചെയ്യാറുള്ളത്. സ്റ്റേഷനറി ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ എടുത്തിട്ടുള്ളത് 8x5 ഇഞ്ചിലുള്ള ഒരു റെക്റ്റാങ്കിൾ പീസാണ്. ഇനി നമുക്കൊരു പിന്നും സെല്ലോ ടേപ്പും കൂടെ വേണം. ഈ ഷീറ്റിൻ്റെ 1/3 ഭാഗം ലെങ്ത്തിൻ്റെ അവിടെ ലെഫ്റ്റ് തമ്പ് കൊണ്ട് ഹോൾഡ് ചെയ്യുക. അതേസമയം റൈറ്റ് ഹാൻഡ് കൊണ്ട് ഓപ്പോസിറ്റ് കോർണർ ഉള്ളിലേക്ക് ഒന്ന് മടക്കുക. എന്നിട്ട് ലെഫ്റ്റ് തമ്പ് കൊണ്ട് ഒന്ന് പിടിച്ചു കൊടുക്കുക. ഇനി ഉള്ളിലേക്ക് റോൾ ചെയ്യാൻ തുടങ്ങാം. ഫസ്റ്റ് തന്നെ കോണ് നല്ല ടൈറ്റിൽ റോൾ ചെയ്യണമെന്നില്ല. നമുക്ക് ഒരു പിന്ന് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ഹോൾ അവിടെ മുകളിലിടുന്നത് നല്ലതായിരിക്കും. ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പിന്ന് വെച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ കോൺസിൻ്റെ ഹോൾസൊക്കെ യൂണിഫോം ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇത് സ്ഥിരം ചെയ്യുന്ന കാര്യമായ കാരണം ഞാനിപ്പോൾ പിൻസ് യൂസ് ചെയ്യാറില്ല. പിന്ന് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം കോണിൻ്റെ ലെയേഴ്സിൽ ഉള്ളിൽ ഒരെണ്ണം പുറത്തേക്ക് വലിച്ചു കൊടുക്കുക. അപ്പോൾ കോണിൻ്റെ ടിപ്പ് നല്ല ടൈറ്റ് ആവും. അതിൻ്റെ സൈസ് നമ്മുടെ പിന്നിൻ്റെ അതേ സൈസായിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കോണിൻ്റെ സൈസ് ഓട്ടോമാറ്റിക്കലി ചെറുതാവുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ വിചാരിച്ച സൈസിൽ കോണ് കിട്ടിയെന്ന് തോന്നുകയാണെങ്കിൽ മെല്ലെ ആ പിന്നൂരി കൊടുക്കുക. അപ്പോഴും ലെഫ്റ്റ് തമ്പ് കൊണ്ട് കോണിൻ്റെ ടിപ്പ് ടൈറ്റായിട്ട് തന്നെ പിടിച്ചിരിക്കണം. ഇനി ഈ കാണുന്ന സൈഡ് കോർണറിൽ നമുക്കൊരു സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. ഈ ടേപ്പ് ഈ സെല്ലോഫെയിൻ ഷീറ്റിൻ്റെ ഭാഗമാണെന്ന പോലെ റോൾ ചെയ്ത് കൊടുക്കുക. ഈ ഒരു സെല്ലോ ടേപ്പിൻ്റെ പീസ് മാത്രമേ ഞാൻ കോൺ റോൾ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാറുള്ളൂ. നമ്മൾ അപ്പം തന്നെ ഫില്ല് ചെയ്യാൻ എടുക്കുന്ന കോൺസ് ആണെങ്കിൽ ഇത് തന്നെ മതി. അപ്പോൾ നമുക്ക് നല്ലൊരു കോൺ കിട്ടിയിട്ടുണ്ട്. ഇനി റെസ്റ്റ് ചെയ്യാൻ വെച്ച പേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം.
8 മണിക്കൂറിന് ശേഷം ഞാൻ ക്ലിംഗ് റാപ്പ് ഊരിയപ്പോൾ ഒരു ഡാർക്ക് ഗ്രീൻ കളറിലുണ്ടായിരുന്ന പേസ്റ്റ് ഒരു ഓറഞ്ച് ബ്രൗൺ കളറായി. അതിനർത്ഥം ഡൈ റിലീസ് നടന്നു എന്നാണ്. വേണമെങ്കിൽ നമുക്ക് ഈ സ്പാറ്റിൽ വെച്ച് തന്നെ ഇതിൻ്റെ ലംസ് ബീറ്റ് ചെയ്യാം. പക്ഷേ കുറച്ചും കൂടി എളുപ്പത്തിനായിട്ട് ഞാനൊരു എഗ് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു 5 മിനിറ്റ് ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ലംസൊക്കെ ബ്രേക്കായി വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു പേസ്റ്റ് കിട്ടും. ഈ സ്റ്റേജിൽ വെള്ളം കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറേശ്ശായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വെള്ളം കൂടിയെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഹെന്ന പൗഡർ അരിച്ചതിന് ശേഷം അതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ഞാൻ പേസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ സ്പാറ്റിൽ വെച്ചിട്ട് പേസ്റ്റിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് നന്നായി അമർത്തി മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു മിനിമം 4 ഇഞ്ച് ലെങ്ത്തിലെങ്കിലും പേസ്റ്റ് കൂടെ വരണം. അതാണ് ഏറ്റവും നല്ല കൺസിസ്റ്റൻസി. ഇനി ഇത് ചെറിയ കോൺസിലേക്ക് നിറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഈ പേസ്റ്റ് മാറ്റാം. കുഴിയുള്ളൊരു പാത്രത്തിലേക്ക് നമ്മുടെ പൈപ്പിംഗ് ബാഗ് വെച്ച് കൊടുക്കുക. പൈപ്പിംഗ് ബാഗിൻ്റെ 3 ഇഞ്ചെങ്കിലും പുറത്തുണ്ടാവണം, അല്ലെങ്കിൽ നമ്മൾ പേസ്റ്റ് ആഡ് ചെയ്തിട്ട് ഇത് കെട്ടുമ്പം ഭയങ്കര മെസ്സി ആയിരിക്കും. സിലിക്കൺ സ്പാറ്റിൽ ഉപയോഗിച്ചിട്ട് തന്നെ ബൗളിൽ നിന്ന് പേസ്റ്റ് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാവുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ സ്പാറ്റിൽ യൂസ് ചെയ്യുന്ന കാരണം ബൗളിൽ നിന്ന് പേസ്റ്റ് ഒട്ടും തന്നെ വേസ്റ്റ് ആവാണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പൈപ്പിംഗ് ബാഗിലേക്ക് കിട്ടും. ഇനി നമുക്ക് ഇത് മെല്ലെ പുറത്തേക്ക് എടുത്ത് ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കാം. ഇനി കോൺസ് ഫില്ല് ചെയ്യുന്ന സ്റ്റേജാണ്. പൈപ്പ് ബാഗിൻ്റെ അറ്റത്ത് ചെറുതായിട്ട് ഒരു കട്ട് കൊടുക്കുക. നീറ്റായിട്ടുള്ള കോൺസ് കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും കോണിൻ്റെ നല്ല മുകളിലേക്ക് തന്നെ പൈപ്പിംഗ് ബാഗ് ഇൻസേർട്ട് ചെയ്തിട്ട് ഫില്ല് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോൾ കോണിൻ്റെ മുകൾ ഭാഗം ഒഴിഞ്ഞെടുക്കും. അപ്പോൾ നമുക്ക് സീൽ ചെയ്യാൻ എളുപ്പമുണ്ടാവും. കോൺ സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം സെല്ലോ ടേപ്പ് ഡയഗണലായിട്ടുള്ള ഓപ്പണിങ്ങിൻ്റെ ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഒരു ടേപ്പ് ഹൊറിസോണ്ടലായിട്ട് കോണിൻ്റെ മോൾ ഭാഗത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി കോണിൻ്റെ മോൾ ഭാഗത്തൊന്നും പേസ്റ്റ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ആ സെല്ലോ ടേപ്പ് നമ്മൾ കോണിനോട് ചേർത്ത് കൊടുക്കുക. കോണിലുള്ള എയർ എല്ലാം കളയാൻ വേണ്ടിയിട്ട് മുകളിൽ നിന്ന് അടിയിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. എയർ പോകുന്നതോടുകൂടെ ഹെന്ന പേസ്റ്റ് കോണിൽ നിറയും. ഇനി ഈ കാണുന്ന ട്രയാങ്കിൾ പീസും നമുക്ക് അടിയിലേക്ക് മടക്കി കൊടുക്കാം. അതിനുശേഷം ആ 2 കോർണേഴ്സും സൈഡിലേക്ക് മടക്കി കൊടുക്കണം. 2 പീസും കയ്യിൽ പിടിച്ചിട്ട് തന്നെ ഉള്ളിലേക്ക് ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ടൊന്നും കൂടെ മടക്കി കൊടുക്കുക. ഇപ്പോൾ നല്ല നീറ്റായിട്ടുള്ളൊരു ഭാഗം നമുക്ക് കിട്ടി. അത് സെല്ലോ ടേപ്പ് കൊണ്ട് നന്നായിട്ട് സീൽ ചെയ്യുക. ഇനി ഈ 2 കോർണേഴ്സും ഈ കാണുന്ന പോലെ സൈഡിലേക്ക് മടക്കി കൊടുത്തിട്ട് സെല്ലോ ടേപ്പ് കൊണ്ട് സീൽ ചെയ്യുക. ഇപ്പോൾ തന്നെ കോൺ ഓൾമോസ്റ്റ് സീൽഡാണ്. എന്നാലും ഒട്ടും ലീക്കാവില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് സൈഡ്സിൽ കാണുന്ന പോലെ സെല്ലോ ടേപ്പ് കൊണ്ട് സീൽ ചെയ്യണം. ഈ കോൺസ് നമ്മൾ ഫ്രീസറിലാണ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞാൽ ചിലപ്പോൾ സെല്ലോ ടേപ്പ് ഒന്ന് പറഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു സെല്ലോ ടേപ്പ് വട്ടത്തിൽ ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഒരു പീസ് സെല്ലോ ടേപ്പും കൂടെ ഡയഗണലായിട്ട് കോണിൽ ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ കോണ് സീൽ ചെയ്യുകയാണെങ്കിൽ കോൺ ഒരിക്കലും ലീക്കാവില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ നമ്മുടെ കോണ് റെഡിയായി കഴിഞ്ഞു. ഞാൻ ഈ കോൺസ് സെയിലാക്കുന്ന കാരണം എൻ്റെ ബ്രാൻഡിൻ്റെ സ്റ്റിക്കറും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കോൺസ് യൂസ് ചെയ്യാൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. തൽക്കാലം ഒരു പേപ്പറിലാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള പേസ്റ്റ് ട്യൂബിൽ നിന്ന് വരുന്നത് നമുക്ക് കാണാം. ഒട്ടും ബ്രേക്ക് ഇല്ലാതെ തന്നെ നമുക്ക് ഓരോ സ്ട്രോക്സ് വരയ്ക്കാൻ പറ്റും. കൈക്ക് ഒരുപാട് സ്ട്രെയിനൊന്നും കൊടുക്കാതെ തന്നെ നല്ല ഭംഗിയുള്ള ഡിസൈൻ നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഓർഗാനിക് ഹെന്ന കോൺസ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.